അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതെങ്കിൽ പ്രോത്സാഹിപ്പിച്ചു എന്നതുകൊണ്ടാണ് ബ്രയൻ സ്റ്റീ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചത്. ഹെലൻ കെല്ലർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്ന് ആലോചിച്ച് അറിയാം, കണ്ണ് കാണില്ല, കാത് കേൾക്കില്ല, സംസാരിക്കാൻ പറ്റില്ല, 3 ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാത്ത ഒരാളാണ്. നമുക്കത് നമ്മൾ അനുഭവിക്കുകയെന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. കണ്ണും കാണില്ല, കേൾക്കുകയില്ല, സംസാരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവരുടെ ഉള്ളിലുള്ളൊരു ആശയത്തെ മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം കാണുന്നില്ല, കേൾക്കുന്നില്ല, ശബ്ദവും സംസാരിക്കാൻ പറ്റില്ല, മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ല, കാണാനും പറ്റില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ആലോചിച്ചു. അവിടെയാണ് ഒരു ടീച്ചറുടെ മഹത്വം നമ്മൾ എടുത്തു പറയുന്നത്. ആൻ സല്ലിവർ എന്ന് പറയുന്ന ഒരു ടീച്ചർ സാധനങ്ങളെല്ലാം തട്ടി എറിഞ്ഞിരുന്ന, ഒരിക്കലും ഭയങ്കരമായിട്ട് വയലന്റ് ആയിരുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടീച്ചർ അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ കുട്ടിയുടെ മർദ്ദനങ്ങൾ മുഴുവൻ സഹിച്ച്, അടിയും കടിയും എല്ലാം സഹിച്ച് ആ ടീച്ചർ ആ കുട്ടിയെ ഏറ്റെടുക്കുകയും ഒരു പുതിയ ഭാഷ ഉണ്ടാക്കുകയും ചെയ്യും. ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഭാഷ ഉണ്ടാക്കി കയ്യിനെ മൂക്കിനോട് ചുണ്ടിനോട് ചേർത്ത് വെച്ച് ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആശയങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി ഒരു പുതിയ ഭാഷ ഉണ്ടാക്കി അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് ഹെലൻ കെല്ലർ എന്ന് പറയുന്ന വ്യക്തി. ഇന്ന് നമ്മുടെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഹെലൻ കെല്ലർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഉള്ളിലുണ്ടാവേണ്ട ഒരു വാഞ്ചയാണ്, ഒരു ആഗ്രഹമാണ്. ഞാൻ പറയുന്നത് അതിലേക്ക് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഉണർന്നു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. നമ്മളുള്ള നമ്മുടെ ഒരു ഓഡിറ്റോറിയത്തിൽ, അതുപോലെ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരാവുന്ന വഴി എന്ന് പറയുന്നത് ഈ കുട്ടിയെ സുതാര്യമായിട്ട് വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സംവിധാനമാണോ അവിടെ ഉള്ളത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇവിടെ മക്കൾക്ക് പലപ്പോഴും പോകാൻ പറ്റാത്ത സിനിമാ തിയേറ്ററുകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ, നമ്മുടെ സമൂഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി, ഇവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി, ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സംവിധാനങ്ങളെ ഒരുക്കുകയും ചെയ്യുന്ന പറയുന്നൊരു വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു ഓട്ടിസം ആണെങ്കിലും, സെറിബ്രൽ പാൾസി ആണെങ്കിലും, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണെങ്കിലും, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആണെങ്കിലും ഇത് ക്യൂറബിൾ അല്ല എന്നുള്ള കാര്യം ആദ്യം അടിസ്ഥാനപരമായിട്ട് ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ക്യൂറബിൾ അല്ല.